ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം മത പുരോഹിതന്മാർ അവനവന്റെ മതപ്രബോധന രംഗങ്ങൾ പ്രത്യേകം സൃഷ്ടിച്ചത് നമുക്കറിയാം. അവരാണ് ആദ്യമായി പൊതുവേദികളിൽ സ്ക്രീന് വെച്ച് അപരന്റെ മതങ്ങളെ കൂടി പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നതൊക്കെ അത് നമുക്ക് അംഗീകരിക്കാം. ഇസ്ലാം മത ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടുള്ള അവബോധം സൃഷ്ടിക്കുന്നതും ഒക്കെ അതും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്റേതു മാത്രമാണ് ശരിയെന്നും അപരന്റെ മതപ്രമാണങ്ങളിൽ ഇന്ന ഇന്ന രൂപത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയപ്പോൾ ഇവരൊരിക്കലും ചിന്തിച്ചില്ല ഇതൊക്കെ ഏറിയ തോതിൽ തിരിച്ചു വരുമെന്ന്. അതെ, ചിലരങ്ങനെയാണ്. നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കും, പിടിക്കപ്പെട്ട് കഴിഞ്ഞാലോ പോക്കായി. ഒരു കള്ളൻ ഒരിക്കലൊരു വീട്ടില് മോഷ്ടിക്കാൻ കയറി എല്ലാം നന്നായി മോഷ്ടിച്ച് കെട്ടിപ്പെറുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ ഇരിക്കുന്ന കണ്ടു. കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. കലക്കി കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാവം വീട്ടുകാരൻ ഇത്രയൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് പാവമല്ലേ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നു. അയാൾക്ക് ഒരു ഗ്ലാസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചുണർത്തിയപ്പോൾ പിടിക്കപ്പെട്ടതുപോലെയുള്ള അവസ്ഥ. ഒരു ഡോക്ടർ നമുക്ക് രോഗം വരുന്നത് നല്ലതാണെന്ന് പറയും, വക്കീല് നമ്മൾ കേസിൽ കുടുങ്ങുന്നത് നല്ലതാണെന്ന് പറയും. അതുപോലെ നമ്മുടെ വണ്ടി എപ്പോഴും കേടാകണമെന്നാണ് ഒരു പക്ഷവെപ്പുകാരൻ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ഇഷ്ടംപോലെ സമ്പത്തുണ്ടാക്കണം, സുഖസുന്ദരമായ രൂപത്തിൽ നമ്മൾ സ്വയം മറന്ന് പരിസരം മറന്ന് കിടന്നുറങ്ങണം, ഗാഠനിദ്രയിലാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് കള്ളനാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ മാത്രമാണ് സുഖസുന്ദരമായി ജീവിക്കേണ്ടവർ. ഈ സ്വതന്ത്ര ഭാരതം നമ്മുടേതു മാത്രമാണ് എന്നുള്ള രൂപത്തിൽ ഇസ്ലാമു മാത്രമാണ് ശരി, ഈ ഇന്ത്യയിൽ ഇസ്ലാം മതവിശ്വാസികൾ മാത്രം മതി എന്നിവരങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് യഹോവയെയും യേശുവിനെയും ബൈബിളിനെയും അവരുടെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ഇട്ടത്തിട്ട് പിച്ച് കീറി വെയിലത്ത് വെച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവര് പഠിക്കാൻ തുടങ്ങി നമ്മുടെ പ്രമാണങ്ങളെ സംബന്ധിച്ച്. എന്നിട്ട് അവര് ക്രിസ്ത്യാനികളോട് മാത്രമല്ല വിവിധ ഭാഷകളിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അവര് മറ്റുള്ളവരുടെ പ്രമാണങ്ങളെ സംബന്ധിച്ച് പഠിച്ചിട്ട് എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. വിവിധ ഭാഷകളിലായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് അവർ നിർഭയം അവർക്ക് മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് വിളിച്ചു പറഞ്ഞു. അവര് ഒരു കാര്യം മനസ്സിലാക്കി, നമ്മുടെ കണ്ണിൽ കിടക്കുന്നത് കരടാണെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളുടെ കണ്ണിൽ കിടക്കുന്നത് കോലാണ്. ആ കോല് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കലായിരിക്കണം നമ്മുടെ സുപ്രധാനമായ ലക്ഷ്യം എന്ന് അവർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ലെന്നും അത് മനുഷ്യന്റെ കൈകടത്തലുകളും മനുഷ്യന്റെ ചിന്തകളും അടങ്ങിയ മനുഷ്യനു വേണ്ടി എഴുതി പിടിപ്പിച്ച ഗ്രന്ഥമാണെന്നും അവര് മനസ്സിലാക്കി. എന്നിട്ട് അവരത് വെടിപ്പായിട്ട് വിളിച്ചു പറഞ്ഞു ലോകത്തോട്. കേട്ടോ, അച്ഛന്റെ ആയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടില് ഖുർആനെ കുറിച്ച് ഒന്ന് വിവരിക്കാം. ഇന്ന് ഖുർആൻ എന്താണ് എന്ന് ചോദിക്കുന്നത് പൊതുവെ മീഡിയയിലേക്ക് വരുന്ന എല്ലാവർക്കും ഒക്കെ ഒരുവിധമൊക്കെ അറിയാവുന്നതാണ്. ഇതിപ്പോ ആ വിഷയത്തില് വലിയ ഗ്രാഹ്യമില്ലാത്ത ആളുകളെയാണ് വാസ്തവത്തിൽ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ പോകുന്നവർക്ക് വളരെയധികം ഇതിനെ കുറിച്ച് പഠനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഖുർആൻ എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികളുടെ മതഗ്രന്ഥമാണ്. ഈ മതഗ്രന്ഥത്തെ കുറിച്ച് വളരെ വളരെ നമ്മൾ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. മുഹമ്മദ് അവരുടെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ജിബ്രീൽ എന്ന ദൂതൻ വഴി അയച്ചു കൊടുത്ത് ലഭിച്ചതാണ് ഖുർആൻ എന്ന് അവർ ചിന്തിക്കും. അത് നമ്മൾ അത്രയും നാളുകൾ കേട്ടിരുന്നു, വിചാരിച്ചിരുന്നു. പക്ഷെ ഇതിനാകെ സാക്ഷിയായിട്ട് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ജിബ്രീൽ കൊണ്ടുവന്നുവോ അള്ളാഹു അയച്ചുവോ ഇനി അള്ളാഹു അയച്ചിട്ടുണ്ടോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഖുർആൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണുന്നത് ശരിയല്ലേ? ഹിറാ ഗുഹയിൽ പോയിരുന്ന മുഹമ്മദ് നബി ജിബ്രീൽ എന്ന മലക്ക് വരുന്നു അള്ളാഹുവിന്റെ സന്ദേശവുമായി. ആരാ കണ്ടത് ജിബ്രീലിനെ? മുഹമ്മദ് നബി. അള്ളാഹുവിനെ കണ്ടതാരാ? ജിബ്രീൽ. മുഹമ്മദ് നബിയെ ജിബ്രീലും പടച്ചോനും കണ്ടു, ശരിയാണ്. ജിബ്രീലിനെ മുഹമ്മദ് അല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല.
ജിബിരിയിൽ വന്ന് പറഞ്ഞ പടച്ചോനെ മുഹമ്മദ് അണ്ണൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന് തെളിവെന്താണ്? സാക്ഷി എന്താണ്? സ്പഷ്ടമാണ്. ക്രിസ്ത്യൻ പുരോഹിതന്റെ എതിരെ കുതിര കയറിയിട്ടൊന്നും കാര്യമില്ല. പരമയാഥാർത്ഥ്യമാണിത്. ഖുർആനിൽ കാണുന്നത് കുറച്ച് ബൈബിളിലെ കഥകൾ പൂർണ്ണമായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെ ഇവിടെ കുറച്ച് വിവരിക്കുന്നുണ്ട് ചില ഭാഗങ്ങൾ. പിന്നെ പല ഭാഗങ്ങൾ പല സ്ഥലത്തായിട്ട് വിവരിക്കും. പിന്നെ വ്യത്യസ്തമായിട്ട് വിവരിക്കും. പിന്നെ നമുക്ക് യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ മറ്റ് അപ്പോക്രിഫലായിട്ട് ഗ്രന്ഥങ്ങളിൽ നിന്ന് സഭ സ്വീകരിക്കാത്ത ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ചില ഭാഗങ്ങൾ കാണും. ചില ഭാഗങ്ങൾ കാണും. പിന്നെ സോറോസ്ട്രിയൻ മതത്തിലുള്ള ചിന്തകൾ എന്ന കുറെ കാര്യങ്ങൾ കാണും. ഏകദൈവ വിശ്വാസം പറയുന്ന കുറെ കാര്യങ്ങളാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ വിവരിച്ചു പോവുകയാണ്. അടിസ്ഥാനപരമായിട്ട് ഇത് ഏത് സ്റ്റൈലിലാണ് വിവരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഈ വെളിപാട് സാഹിത്യം നമ്മൾ BC ഒരു 2-ാം നൂറ്റാണ്ട് മുതൽ AD 2-ാം നൂറ്റാണ്ട് വളരെ വളരെ സ്ട്രോങ് ആയിരുന്ന വെളിപാട് കാലഘട്ടമുണ്ട്. ഈ വെളിപാട് സാഹിത്യത്തിൽ ദൈവത്തിലുള്ള കടുത്ത വിശ്വാസവും റിവെഞ്ച്, അതായത് പ്രതികാരം ചെയ്യാനുള്ള ചിന്തയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൂട്ടി അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആന് പക്ഷെ അവര് കാണുന്നത് ഖുർആൻ സ്വർഗത്തിൽ നിത്യമായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. ഈ നിത്യമായിട്ട് ഖുർആൻ സ്വർഗത്തിൽ ഇരുന്നാൽ അടിസ്ഥാന ഒരു ചോദ്യം നമ്മൾ ചോദിക്കാനായിട്ടുണ്ട്. നിത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവമാണ് നിത്യമായിട്ടിരിക്കുന്നത്. നിത്യമായ ഖുർആൻ സ്വർഗത്തിൽ ഇരുന്നാൽ പിന്നെ അള്ളാഹുവും നിത്യമായ ഖുർആനും ഉണ്ടെങ്കിൽ അവർ തന്നെ പറയുന്ന തൗഹീദ്, ഏകദൈവം അല്ലെങ്കിൽ ഏകത്വം എന്ന് പറയുന്ന കാര്യം എവിടെ ശരിയാകുന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ കാണുന്നത് 6-ാം നൂറ്റാണ്ടിലുള്ള ഗോത്രപരമായ ചിന്തകളെല്ലാം അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അത് നമുക്ക് കമ്പയർ ചെയ്താൽ മറ്റ് ഗ്രന്ഥങ്ങളും മറ്റ് മതഗ്രന്ഥങ്ങളും അന്നത്തെ കൃതികളും കമ്പയർ ചെയ്താൽ മനസ്സിലാവും. ഇതെല്ലാം ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. ഇതിന് ഈ യൂറോപ്യൻ സംസ്കാരത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സ്റ്റഡികൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സോഴ്സസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന അന്നത്തെ അറേബ്യയിൽ ഉണ്ടായിരുന്ന മുൻ കാലഘട്ടങ്ങളിലായിരുന്നു ഇസ്ലാമിനെ വിമർശിക്കാൻ ആളുകൾക്ക് ഭയം. മുഹമ്മദിന്റെ ഒരു കാർട്ടൂൺ ഫ്രാൻസിൽ കാണിച്ചതിന്റെ പേരിൽ ഷാർലി ഹെബ്ദോ എന്ന് പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റ് മാഗസിനകത്ത് മുഹമ്മദിന്റെ ഒരു കാർട്ടൂൺ ചിത്രം, ഒരു കാരിക്കേച്ചർ വന്നതിന്റെ പേരിൽ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയെടുത്ത വിദ്യാർത്ഥി പിന്നീട് കണ്ടതെന്താ? പിന്നീട് ഫ്രാൻസിന്റെ എല്ലാ തെരുവോരങ്ങളിലും വലിയ രൂപത്തിലുള്ള കട്ടൗട്ടുകളും വലിയ കാരിക്കേച്ചറുകളും, ഇന്ന് ഫുട്ബോൾ താരങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കട്ടൗട്ടുകൾ പലയിടത്തും വയ്ക്കുന്നതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ ഫ്രാൻസിന്റെ തെരുവോരങ്ങളിൽ കണ്ടു. ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തതിന് ഇസ്ലാമിനെ വിമർശിക്കാൻ ഒരാളും ധൈര്യപ്പെടരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ധൈര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് വിമർശനം, ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് പ്രീണനം. അത് നിലപാടുകളിൽ ഊന്നി നിൽക്കുന്നവർക്ക്, അടിസ്ഥാന അറിവുകളിൽ ഊന്നി നിൽക്കുന്നവർക്ക്, യുക്തിബോധത്തിൽ ഊന്നി നിൽക്കുന്നവർക്ക് പ്രീണനം പറ്റില്ല. അവരുള്ള കാര്യം ഉള്ളതുപോലെ വെടിപ്പായി തുറന്നു പറയും. അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം, അതല്ലാത്തവർക്ക് വേണ്ട. ഖുർആനിനെ വിമർശിച്ചാൽ എന്താ, നിങ്ങൾ തലയെടുക്കുമോ? എന്നാ വന്ന് എടുത്തിട്ട് പോടാ എന്ന് പറയുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കാൻ ജോസഫ് മാഷിന്റെ നഷ്ടപ്പെട്ട കൈക്കും കാലിനും സാധിച്ചു. നഷ്ടപ്പെട്ട ചേകന്നൂർ മൗലവിയുടെ ജീവന് സാധിച്ചു. ഗോത്ര ചിന്തകളാണ് അതിനകത്ത് നമ്മൾ തെളിഞ്ഞു വരുന്നത്. ഇനി ഈ ഗോത്ര ഇതനുസരിച്ച് നമ്മൾ ഖുർആൻ വായിച്ചിട്ട് അതിനകത്തുള്ള ദൈവത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ തനി ഒരു അറബി ദൈവം എന്ന് പറയാം. കാരണം അദ്ദേഹത്തെ മനസ്സിലാകുന്ന ഏക ഭാഷ അറബിയാണ്. ഈ അറബി ആളുകൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുകയും മനുഷ്യവൃത്തി മുഴുവൻ കാണുകയും അവരെയൊക്കെ കൊല്ലാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഈ ഖുർആൻ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഖുർആൻ അവതരിപ്പിക്കുന്ന ഏക വ്യക്തി മുഹമ്മദ് ആണെന്ന് മാത്രം. മുഹമ്മദ് പ്രവാചകനാണെന്ന് ആരാണ് പറയുന്നത്? ചിലത് ഖുർആൻ തന്നെയാണ്. മുഹമ്മദ് അള്ളാഹു അയച്ചതാണെന്ന് പറയുന്നത് മുഹമ്മദ് തന്നെയാണ്. ഖുർആൻ തരുന്നത് മുഹമ്മദ് തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് നമുക്ക് വായിക്കുമ്പോൾ. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ ഇങ്ങനെ അള്ളാഹുവാണ് സർവ്വ ലോകത്തെയും സൃഷ്ടിച്ച് പടച്ച തമ്പുരാൻ എന്ന് പറഞ്ഞു തരുന്നത് മുഹമ്മദ് നബി. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറയുന്നത് ഖുർആൻ. ഇത് കണക്റ്റഡ് ആണ്. ഒന്നില്ലാതെ ഒന്നില്ല, ഇതില്ലാതെ ഇതുമില്ല. ആര് പറഞ്ഞു? എക്സാമ്പിൾ പറഞ്ഞുതരാം. മുഹമ്മദിനെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നത്രേ. ആരാ വിളിച്ചത്? അറിയില്ല. ഇതാരാ പറയുന്നത്? മുഹമ്മദ് നബി തന്നെ. എന്നെ ഞാൻ വിമൽ കുമാർ എന്നാണ് വിളിക്കുന്നത് എന്ന് ദിലീപ് മറ്റേ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പറയുന്നത് പോലത്തെയുള്ള അതിനേക്കാൾ വലിയ കോമഡിയാണ് ഇതിനകത്തുള്ളത്. പടച്ചോനെ കുറിച്ച് നബി പറഞ്ഞു, നബിയെ കുറിച്ച് പടച്ചോൻ പറഞ്ഞു. ഇത് രണ്ടും എന്താണ് തെളിവ്? ഖുർആൻ ആര് കൊണ്ടുവന്നതാ? മമ്മദണ്ണൻ ഈ ഖുർആൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് നബി മരിച്ച് വർഷങ്ങൾക്ക് ശേഷം 3-ാം ഖലീഫയായ ഉസ്മാന്റെ കാലഘട്ടത്തിൽ എഴുതിയ സംഗതിയാണിത്.
ഇതെങ്ങനെയാണ് പിന്നെ ദൈവീകമാകുന്നത്? അള്ളാഹു ഇറക്കിയ വെളിപാടായിരുന്നെങ്കിൽ അള്ളാഹുവിനൊരു ദൗത്യമില്ലേ ഇത് പുസ്തക രൂപത്തിൽ പൂർത്തീകരിക്കുക എന്നത്? ഇനി വരുന്ന ജനതയ്ക്ക് മുഴുവനും മാർഗദർശനമായി സൂക്ഷിക്കാൻ അള്ളാഹു ബാധ്യതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മുഹമ്മദിലൂടെ ആ ദൗത്യം പൂർത്തീകരിക്കണം എന്നത് അള്ളാഹുവിന്റെ കടമയായിരുന്നെങ്കിൽ, മുഹമ്മദിന്റെ കടമയായിരുന്നെങ്കിൽ അത് പൂർത്തീകരിക്കുമായിരുന്നു. ഈ ഖുർആൻ നബി കണ്ടിട്ടില്ല. ഇത് പറയാൻ എന്തിനാ ധൈര്യക്കുറവ്? നമ്മുടെ അറിവിനനുസരിച്ചിട്ടാണ് നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടത്. നമ്മൾ പറയുന്നത് സത്യമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആരെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നന്ദി.